ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യാസ് ഹോംലി ടിപ്സ് ആൻഡ് ട്രിക്സ്. കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇന്ന് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, ഓണമൊക്കെ അടുപ്പിച്ച് കുറച്ചധികം തിരക്കുകളിലേക്ക് ആയിപ്പോയി. പിന്നെ ഓണപരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയർ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒന്നും എനിക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഹെയർ പാക്ക് ഇട്ട് വീഡിയോസ് എടുത്ത് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആകും. അപ്പൊ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നൊരു ടൈം എത്തും. അപ്പൊ ഈ മുടി ഉണക്കാതെ മുടി അഴിച്ചിട്ടിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്, ക്ലാസ് എടുക്കുന്നതും. അപ്പം നീണ്ട മുടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഡെയിലി എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മുടി ഡാമേജ് ആയിപ്പോ. അപ്പൊ എന്റെ മുടി ഡാമേജ് ആവുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്, എല്ലാ ദിവസവും ഇങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു, മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവുമല്ലേ, കാരണം നമ്മൾ വീട്ടിലിരിക്കുമല്ലോ. അപ്പോൾ എന്റെ ഹെയർ കെയർ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വീക്കിലി ചെയ്യുന്ന ഹെയർ കെയറുകൾ കൊണ്ടുവരാം. പിന്നെ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർക്കുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഓണം വരെയൊക്കെ കുറച്ച് തിരക്കായിരിക്കും. ഓണം കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഞാൻ മാറ്റിയെടുത്തത്, മുടി കൊഴിച്ചിൽ എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നുള്ളതാണ്. അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിയെടുത്താണ് എൻ്റെ മുടി വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കുറച്ചധികം സ്ട്രെസ് ഉണ്ടായിരുന്നു, അത് ഞാൻ നോർമലാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെൽത്ത്, ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഫുഡിൽ കൺട്രോൾ കൊണ്ടുവന്നു. അതുപോലെ നല്ലൊരു ഡയറ്റ് എടുത്തു. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഹെവി ആയിട്ട് മുടി കൊഴിച്ചിലുള്ളവർ, ഹെവി ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്, ഇവിടെ ഞാനൊരു ഫോട്ടോ കൊടുക്കാം. എൻ്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള സമയത്തുള്ള ഫോട്ടോയാണ്. ഒരു ദിവസം ഒരു ടൈം കൊഴിഞ്ഞു പോയ, ഒരു ദിവസം 3 വട്ടം മുടി ചീവിയാൽ സെയിം അളവ് തന്നെ 3 പ്രാവശ്യം കൊഴിയും, അങ്ങനെ മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്തിന് പ്രശ്നം കാണും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഓവറായിട്ട് മുടി കൊഴിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലുമൊക്കെ കാണും, നമ്മൾ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള. അതാണ് മുടി കൊഴിച്ചിലിന്റെ മെയിൻ കാരണം. പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാനും ഇത് പറഞ്ഞതുപോലെയൊക്കെ ചിന്തിച്ചു പോയേനെ, എന്തെങ്കിലുമൊക്കെ തലയിൽ തേച്ചിട്ട് അങ്ങനെ പറ്റിയാന്ന് വിചാരിച്ചേനെ. പക്ഷെ അങ്ങനെയൊന്നല്ല, നമ്മളെന്തെങ്കിലും തലയിൽ തേച്ചിട്ട് മുടി കൊഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് മുടി കൊഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തിന്റെ പ്രശ്നം തന്നെ ആയിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ഈ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തൊന്നും മനസ്സിലാവും. അപ്പൊ റിപ്പീറ്റ് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്നും അതിനെന്താണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുതരാം. അപ്പൊ എന്റെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സ്റ്റോറി എന്ന് പറയുന്നത്, എനിക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് സ്ട്രെസ്സും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസിലൂടെ ഒക്കെ എൻ്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ഞാൻ ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ കൂടെ പോകുന്നൊരു ടൈമായിരുന്നു മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയം. അപ്പം മുടി കൊഴിച്ചിലിനേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നുവെച്ചാൽ മുടിയൊന്നും വലിയതായിട്ട് ശ്രദ്ധിക്കാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുടി കൊഴിയുന്നുണ്ട്, മുടി കൊഴിയുവാണെന്ന് അറിയാം, ഓവറാണെന്നും അറിയാം, പക്ഷെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് എനിക്ക് റെസ്റ്റ് വേണമായിരുന്നു. അപ്പൊ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഭക്ഷണം ഭയങ്കര കുറവായിരുന്നല്ലോ. അപ്പൊ ഭക്ഷണം പെതുക്കെ ഞാൻ നല്ല ആഹാരം, വയർ നിറച്ച് ആഹാരം കഴിക്കാന്ന് പറയത്തില്ല, അതുപോലെ തന്നെ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയാണ്. അമ്മ നിർബന്ധിക്കുമ്പോൾ കഴിക്കാം, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഞാൻ പെതുക്കെ ആഹാരം കഴിച്ചു തുടങ്ങി. ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ സാധാ വീട്ടിലുള്ള ആഹാരങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അത് നിറച്ച് കഴിച്ച് അതിന്റെ വെയിറ്റ് കൂട്ടിക്കൊണ്ട് വരണം. വെയിറ്റ് ഒക്കെ ഭയങ്കര അണ്ടർ വെയിറ്റ് ആയി, ആഹാരം കഴിക്കണം. എനിക്ക് ഡോക്ടറിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ആഹാരം കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് ആഹാരമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുടി ശ്രദ്ധിക്കണം എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെ മുടി ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വെയിൽ കൊള്ളുക. മുടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെറിയ വെയിൽ, ഇളം വെയിൽ മുടിയിൽ കൊള്ളിക്കാന്ന് വെച്ചു, തലയോട്ടിൽ ഇങ്ങനെ നിങ്ങൾ മസാജ് ചെയ്തുകൊണ്ട് കൊള്ളിക്കാന്ന് വെച്ചു. ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് മുടിയിൽ വെയിൽ കൊള്ളിക്കേണ്ടതെന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അങ്ങനെ മുടിയിൽ വെയിൽ കൊള്ളിച്ച് ഒരു 1 വീക്ക് നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് ഭയങ്കര തിക്നെസ് വരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, മുടി നീളം വെച്ച പോലെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ഈ ചെറുപ്പകാലത്ത് എനിക്ക് മുടിയോട് ഭയങ്കര പാഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വളർത്താനായിട്ട്. മുട്ടോളം മുടി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതായിപ്പോയതിനു ശേഷം മുടി മൊത്തം പോയിപ്പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്രയൊക്കെ കണ്ടേനെ. അപ്പം അത്രയും അത്രയും ഇഷ്ടമാണ് എനിക്ക് മുടി വളർത്താൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, എന്തെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മുടി വെയിൽ കൊള്ളിച്ച് ഒരു ദിവസം എന്തോ ഹെയർ പാക്ക് ഇട്ടിട്ട് വെറുതെ ഒന്ന് വെയിൽ കൊള്ളിച്ചതാ. അപ്പൊ മുടി അതുവരെ മുടി അൺഹെൽത്തി ആയിട്ടിരുന്ന മുടി പെട്ടെന്നൊന്ന് കുറച്ച് നല്ലൊരു തിക്കായിട്ട്, എനിക്ക് അന്ന് ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് ഇങ്ങനെ പൊന്ത പോലെ നിൽക്കുന്ന മുടി വേണമെന്നായിരുന്നു. ഇപ്പൊ ആ ടേസ്റ്റ് ഒക്കെ മാറി. ഇപ്പം നല്ല ഒഴുക്കായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മുടിയാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ മുടി നല്ല തിക്കായിട്ട് വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ അങ്ങ് റിപ്പീറ്റ് ചെയ്തു, എല്ലാ ദിവസവും ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മുടിയിൽ വ്യത്യാസം കണ്ടു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വെയിൽ കൊള്ളുന്ന സ്വഭാവം എനിക്ക് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഞാൻ ഇടയ്ക്കൊന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു കൊച്ചുതാണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, മറ്റേ മീൻ വല ഉണ്ടല്ലോ, നമ്മൾ ഈ പച്ചക്കറിയൊക്കെ പടർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നത് ആ വല, ഞങ്ങൾ പച്ചക്കറിയൊക്കെ പടർത്താൻ വേണ്ടി വെച്ചിരുന്ന വല ഞാൻ എടുത്തിട്ട് ഒരു തൊട്ടി പോലെ ആക്കി അതിലിരുന്ന് ആടാൻ വേണ്ടി. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതിൽ വന്നിട്ട് ഇരിക്കുന്ന സമയം ഇപ്പൊ അഴിച്ചിട്ടേക്കോട്ടോ, അതില്ല സംഭവം അവിടെ. അപ്പം ഇതിൽ വന്ന് ഇരിക്കും. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും. ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വെയിൽ കിട്ടും. എനിക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് ആ വെയിൽ കിട്ടുമായിരുന്നു. ഞാൻ അത് കൊള്ളുമായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, പക്ഷെ ഞാൻ വെയിൽ കൊള്ളുമായിരുന്നു. അങ്ങനെ അതെനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കൂടാതെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാന്ന് പറയത്തില്ലേ, അപ്പൊ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുമ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ വെയിൽ കൊണ്ടാലും ചില സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കിട്ടത്തില്ല. അതിപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞ കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും വെയിൽ കൊണ്ടാൽ ഡയറക്റ്റ് ആയിട്ട് വിറ്റാമിൻ ഡി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് വായിച്ചറിഞ്ഞ കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്, നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ പിന്നെ എള്ളെണ്ണ ദേഹത്തൊക്കെ തേച്ചിട്ടാണ് കൊള്ളുന്നതെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വിറ്റാമിൻ ഡി അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ എള്ളെണ്ണ തേക്കുമ്പോൾ കഫപ്രകൃതിയുള്ള, അതായത് കഫത്തിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ടല്ലോ, കഫപ്രകൃതിയുള്ള ആൾക്കാർ പൊതുവെ കുറച്ച് ശരീരം ഭയങ്കര തടിച്ചിട്ടുള്ള ശരീരമായിരിക്കും. അപ്പം കഫപ്രകൃതിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എള്ളെണ്ണ യൂസ് ചെയ്യരുത്. അല്ലാതുള്ളവർക്ക് എള്ളെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ എള്ളെണ്ണ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിൽ കൊള്ളാം, ഇല്ലാതെയും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എള്ളെണ്ണ ഒന്നും തേക്കാതെ തന്നെയാണ് വെയിൽ കൊണ്ടത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വിറ്റാമിൻ ഡിക്ക് വേണ്ടി വെയിൽ കൊണ്ടാൽ മാത്രം പോരാ, നമ്മുടെ ഭക്ഷണത്തിൽ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കണം. അതും കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുന്നത് വെറുതെ ആയി പോവും എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള കുറച്ച് ഫുഡ് ഞാനിപ്പം ഒന്ന് റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം. എന്നിട്ട് ഇതിൽ എന്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെന്നും പറയാം. അപ്പം ഫസ്റ്റായിട്ട് നമുക്ക് മഗ്നീഷ്യം അടങ്ങിയ സാധനങ്ങൾ പറയാം. സ്പിനാച്ച് ഒന്നും നമുക്ക് എപ്പോഴും അങ്ങനെ നമ്മൾ വാങ്ങിക്കാറില്ലല്ലോ, പക്ഷെ വാങ്ങിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ കുക്കുംബറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. പംകിൻ സീഡ്, ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞോ അറിയാതെയൊക്കെ എൻ്റെ ഡയറ്റിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ് ഈ പംകിൻ സീഡൊക്കെ. അതൊക്കെ നമുക്ക് എല്ലാം ഒന്നും, ഇപ്പം ഞാൻ പറയുന്ന എല്ലാ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. പറ്റുന്ന സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നില്ലാതെ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ വിറ്റാമിൻ ഡി ഒന്നും ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് എത്രത്തോളം ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഫുഡിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം, എൻ്റെ ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം, സ്ട്രെസ് കൺട്രോൾ ചെയ്തപ്പോഴൊക്കെ എൻ്റെ മുടി കൊഴിച്ചിൽ കുറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലാക്സ് സീഡിലുണ്ട് കുറേ സംഭവങ്ങളുണ്ട്. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പറയാം. പിന്നെ ആൽമണ്ട്സ്, ബദാമിലുണ്ട്, പീനട്ട്സ്, കപ്പലണ്ടിയിലുണ്ട്, ബനാന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴമാണ്. ഏത്തപ്പഴത്തിലാണ് ഏറ്റവും ബെനിഫിറ്റ്സ് ഉള്ളത്. എല്ലാ പഴങ്ങളും അടിപൊളിയാണ്, പക്ഷെ ഏത്തപ്പഴമൊക്കെ ഞാൻ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ എന്നെ മുടി വളരാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവക്കാഡോ ഒന്നും നമുക്ക് എപ്പോഴും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ വാങ്ങിക്കാറുണ്ട്, പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാറില്ല. സാരമില്ല, ഉള്ളത് മതി. ഉള്ളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി വളർത്താൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം.
പിന്നെ വേണ്ടത് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് ബ്രൊക്കോളിയിലുണ്ട്, ആൽമണ്ട്സിലുണ്ട്, പംകിൻ സീഡിലുണ്ട്, ഒനിയൻസിലുണ്ട്, അവക്കാഡോയിലുണ്ട്, ഗ്രീൻ ബീൻസിലുണ്ട്, ഗൂസ്ബെറി നെല്ലിക്കയിലുണ്ട്, സ്പിനാച്ച്, സെസമി സീഡ്സ്, മൾബെറിയിലുണ്ട്, അങ്ങനെ ഒരുപാട്, ക്യാബേജിലുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ ഈ ഒരു കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അല്ലാതുള്ള ഞണ്ടിലുണ്ട്, അതുപോലെ തന്നെ റാഗിയിലുണ്ട് കേട്ടോ. റാഗിയൊക്കെ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ സോയാബീൻസ് ഉണ്ടല്ലോ, സോയാബീൻസ്, മറ്റേ സോയ ചങ്ക്സ് അല്ല, സോയാബീൻസ് അതിലുണ്ട്, തൈരിലുണ്ട്, പാലിലുണ്ട്, പിന്നെ അതുപോലെ പയറിലുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും ഈ കണ്ടന്റ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം നിങ്ങളുടെ ഡയറ്റിൽ 1 മന്ത് നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 1 വീക്കിലേക്ക് നിങ്ങൾ പയർ കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് റാഗി കഴിക്കാം. അതിന്റെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വെജിറ്റബിൾസ്, കുക്കുംബറും അങ്ങനെ ഒരു സാലഡ് പോലെ കഴിക്കാം. അങ്ങനെ നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം കാൽസ്യവും മഗ്നീഷ്യവും ഒരുപോലെ നമ്മൾ കഴിച്ചിരിക്കണം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരാ, രണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ ആഡഡ് ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിക്ക് നമ്മൾ വെയിൽ കൊള്ളുമ്പം കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അല്ല ഞാൻ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഏത്തയ്ക്ക കഴിക്കുന്നുണ്ടായിരുന്നു, ഈ പംകിൻ സീഡ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, മുട്ട കഴിക്കുന്നുണ്ടായിരുന്നു, പിന്നെ പാല് കുടിക്കുമായിരുന്നു, തൈര് കഴിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ഡയറ്റിൽ ആഡഡ് ആയിരുന്നു. പിന്നെ ഞാൻ പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, എനിക്ക് ജോയിന്റ് പെയിൻസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം എനിക്ക് ഷോൾഡറിന്റെ പുറകിലൊരു പെയിൻ വന്നു, അത് കഴിഞ്ഞിട്ട് കഴുത്തിന്റെ ബാക്കിൽ പെയിൻ വന്നു, പിന്നെ ആദ്യം ഒരു കാൽമുട്ടൽ വേദന വന്നു, പിന്നെ അടുത്ത കാൽമുട്ടൽ വന്നു, പിന്നെ മൊത്തത്തിൽ വേദന. ജോയിന്റ് പെയിൻ മാത്രമല്ല, നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം മേടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി ഇല്ലേ, ആ കുപ്പി ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാകത്തില്ലേ, ആ സൗണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി തന്നെ ആയിരിക്കാനാണ് 90% ചാൻസ്. അപ്പൊ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇതിന്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളത്. അപ്പൊ അത് സ്റ്റാർട്ടായി. ഞാൻ പിന്നെ അതിന് പോയി ആയുർവേദ മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചു, എനിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് തളർച്ച, ക്ഷീണം, ഉറക്കം എന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റത്തില്ല, പക്ഷെ ഉറക്ക ക്ഷീണം, അതുപോലെ വിഷമം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഞാൻ അതും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കുറെ ജോയിന്റ് പെയിൻസ് ഒക്കെ വന്ന് ബുദ്ധിമുട്ടിയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എനിക്ക് ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞാണ് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സും അതുപോലെ തന്നെ മീൻ ഗുളിക ഉണ്ടല്ലോ, ഫിഷ് ഓയിൽ, അതും കൂടി വാങ്ങിയിട്ട് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയതുകൊണ്ട് തന്നെ എനിക്കത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. രണ്ടിനും കൂടെ ഏകദേശം ഒരു 1000-നുള്ളിലായിട്ടുണ്ട്, 500-ന് മേളിലായിട്ടുണ്ട്. അപ്പം അന്ന് എനിക്കത് വാങ്ങിക്കാൻ പറ്റാതിരുന്നിട്ട് പിന്നീട് എനിക്ക് പൈസ ആയ സമയത്താണ് ഞാൻ ഇത് വാങ്ങി കഴിച്ചത്. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ചെയ്തത് ഏകദേശം ഒരേ ടൈമിലായിരുന്നു. ഫുഡിൽ ശ്രദ്ധിക്കുന്നതായാലും, ഹെയർ ഗ്രോത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായാലും, എൻ്റെ ഓവറോൾ ഹെൽത്ത് ശ്രദ്ധിക്കുന്നതായാലും എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് നമ്മൾ അല്ലെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറിനോടൊന്ന് കൺസൾട്ട് ചെയ്യാം, ഇല്ലാതെ നമുക്ക് കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു റിസ്ക് എടുക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു ഡോക്ടറിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ആ ഡോക്ടർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർദ്ദേശിക്കും. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിൽ കൊണ്ടു, ഫുഡിൽ ശ്രദ്ധിച്ചു, സ്ട്രെസ് കുറച്ചു, അതിനുവേണ്ടി മെഡിറ്റേഷനും യോഗയും ചെയ്തു, ഹെയർ കെയർ ചെയ്തു. മുടി എനിക്ക് പറ്റുന്ന സമയം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണെങ്കിൽ പോലും ഞാൻ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ആഴ്ച ഒരു ദിവസമെങ്കിലും ഞാൻ ഹെയർ കെയർ ചെയ്യുമായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ മുടി ട്രിം ചെയ്യുമായിരുന്നു. മുടി ഭയങ്കര ഡാമേജ് ആയിരുന്നു. ഭയങ്കര ഡാമേജ് എന്ന് വെച്ചാൽ ഭയങ്കര ഡാമേജ് ആയിരുന്നു. എനിക്ക് സങ്കടമായിരുന്നു എൻ്റെ മുടി കാണുമ്പോൾ ആദ്യമൊക്കെ. എന്ന് വെച്ചാൽ പണ്ടത്തെ ആ മുടിയുടെ സ്ട്രക്ചറേ പോയിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മുടി ഫുള്ളായിട്ട് അത് ഞാൻ കെയർ ചെയ്ത് സ്പ്ലിറ്റൻസ് കട്ട് ചെയ്ത് ഡാമേജ് എന്ന് വെച്ചാൽ പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും, ആ ഒരു അവസ്ഥയായിരുന്നു. അത്രയും ഡാമേജ് ആയ അവസ്ഥയിൽ നിന്ന് ഞാൻ തിരിച്ചത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഈ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റും അതുപോലെ ഫിഷ് ഓയിലും ഞാൻ കഴിച്ചു. ഇത് കഴിച്ചതെന്ന് വെച്ചാൽ ഞാൻ രാത്രിയിൽ എന്തോ 1-2 ദിവസങ്ങളിൽ ഒരു ദിവസം മൾട്ടി വിറ്റമിൻ കഴിച്ചാൽ പിറ്റേ ദിവസം ഈ ഫിഷ് ഓയിൽ ആയിരിക്കും കഴിക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാം. അത് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് പ്രശ്നമായതുകൊണ്ടാണ്. ഒരു ഇതിൽ 30 ഗുളികയായിരിക്കും കാണുക. അപ്പം 1 മന്തിലേക്ക് നമുക്ക്
രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ 1 മന്തേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നര വിട്ട് അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആ ഒരൊറ്റ ബോട്ടിലേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടില്ല. വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പറ്റിയിട്ടില്ല. പിന്നെ അത് ഞാൻ ഓക്കെ ആയല്ലോ, അപ്പൊ പിന്നെ ഞാൻ വലിയതായിട്ട് ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ അത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതായിരുന്നു എൻ്റെ ആ ഒരു വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയും ആ ഹെയർ ഫോളിന്റെ ആ ഒരു റിക്കവർ ചെയ്യാനുള്ള സ്റ്റോറി. പിന്നെ ഇത് കൂടാതെ ഞാൻ നമുക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ റെസിപ്പീസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, ഉടനെ ഞാൻ ആഡ് ചെയ്യാം. കുറച്ച് തിരക്കായി പോയത് കൊണ്ടാണ്. എന്തായാലും പറ്റുവാണെങ്കിൽ ഓണത്തിന് മുമ്പ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോസ് ഒക്കെ വരിക. അപ്പൊ എന്തായാലും ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ വീഡിയോക്ക് ലെങ്ത് കുറച്ച് കൂടുന്നുണ്ട്. ചിലരൊക്കെ ഒന്ന് കമന്റ് ഇടാറുണ്ട് കുറച്ച് ചുരുക്കി പറഞ്ഞൂടെ. ഈ ചുരുക്കി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളും ഞാൻ 1.5 വർഷം അനുഭവിച്ച കാര്യമാണ് വെറും 10-15 മിനിറ്റിൽ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇനി അത് വേറൊരാൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവര് വീഡിയോ കാണണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.